ഹാപ്പി ബർത്ത്ഡേ. അവൻ ഇപ്പൊ ബർത്ത്ഡേ ഒന്നും പറയണ്ട, ചുമ്മാ താങ്ക് യു പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവരുടെ അടുത്തും. പറയോ ബർത്ത്ഡേ ആദോ ചായയില്ലായി എന്തൊരു സ്നേഹം. എത്ര നേരത്തേക്കാണോ തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറ. അത്രേ ഉള്ളോ? തുണി നോക്കട്ടെടി കൊച്ച്. ആ കൊള്ള തുണി. ഓ അങ്ങനെ ഇതെനിക്കാ. ഇത് ഞാൻ ഇട്ടോളാം, ഇത് നീ ഇട്ടോളാം. അപ്പൊ ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് മീനുവിന്. ഹലോ എക്സ്ക്യൂസ് മീ മാഡം, ബർത്ത്ഡേക്ക് ഇടാൻ കെട്ടിപ്പിടിക്കാനൊന്നുമില്ലേ? സങ്കടം. എണ്ണത്തല രണ്ടുപേർക്കും ഒരുപോലെ എടുക്കണമെന്നാണ് വിചാരിച്ച, പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ദുർബല നിമിഷത്തിൽ ഇങ്ങനെ എടുക്കേണ്ടി വന്നു. ബോളില് കണ്ണൊക്കെ വരച്ച ബോളില്. താങ്ക് യു. കൂട്ടായി എടുക്കാൻ കൊടുക്കാവണോ? അവിടെ പോണ്ട. ആ നോക്കട്ടെ. വാവ് പോയിട്ടാ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ പറയല്ലേ ഒച്ചിരി. ആരെ ബർത്ത്ഡേ ആണ് ഇത്? ആരെ ബർത്ത്ഡേ? ശശി അപ്പൂപ്പന്റെ ബർത്ത്ഡേ. ആരെ ബർത്ത്ഡേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. കുറച്ച് ബലൂണും പിന്നെ തൊപ്പിയും പിന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടണ ഒരു സംഭവം മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുവിനെ നഴ്സറി കൊണ്ട് വിടാൻ വേണ്ടി പോയി. അവ നഴ്സറിയുടെ ആ വാതിൽ വഴി കണ്ടപ്പോഴേ കരയാൻ വേണ്ടി തുടങ്ങി. മുട്ടായി കൊടുക്കണ്ടേ നഴ്സറി കയറിയില്ല, അതിന് മുമ്പ് കരച്ചിട്ട് തുടങ്ങി. മുട്ടായി കൂടെ എല്ലാവർക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു ആദു. ആദുവിന്റെ മുഖം നോക്കിയാണ് ഒരു മിഠായി തടേ. മുട്ടായി കൂടെ ടീച്ചർക്ക് എന്തൊരു കഷ്ടം ബർത്ത്ഡേ ആയിട്ട്. അയ്യോ ഇതെന്തൊരു കഷ്ടം. ഇതെന്തൊരു കഷ്ടം. ആദുവിന്റെ ഒരു പോസ് മോഹൻലാൽ തോറ്റു. ആദുവിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു ആദു. ഹാപ്പി ബർത്ത്ഡേ നോക്കള. ഞാൻ തിന്നാൻ പോണു, അവൻ തരൂല്ല. ആദു ഹാപ്പി ബർത്ത്ഡേ. ടീച്ചർ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അകത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെളിയിൽ വെച്ചിട്ട് തൂത്തിട്ട് ചുമ്മാ ഏടാ. നമ്മളെ സത്യ ചേച്ചിയുടെ വകയാണ് കേക്ക്. ചേച്ചി 1 കിലോ കേക്ക് 2 കിലോ കേക്ക് പറഞ്ഞ് 4 കിലോ കേക്കായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്രാൻഡ് പേര് തിരുവനന്തപുരത്തുള്ളവരെല്ലാം ഓർഡർ ചെയ്യണം. ഡെലിവറി ഫ്രീ ആണ്. നമ്മള് നമ്പരൊക്കെ എവിടെയൊക്കെ കൊടുത്തേക്കാം, ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പൊ ഞാൻ തൂത്തൊക്കെ വാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളു. ഈ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവ ചേച്ചിയും ചേട്ടനും കൂടെ വന്നിട്ടാണ് ഇവിടെ എല്ലാം സെറ്റാക്കി തന്നത്. ഫസ്റ്റ് ടൈം ഒരു വീട്ടിൽ വന്നപ്പം ഡെക്കറേഷൻ പോലും ചെയ്തില്ല. ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. ഇതൊരു തുടക്കമാവട്ടെ. നമ്മള് പാർട്ട്ണർഷിപ്പ്. ജോലി ഇല്ലെന്ന് വിളിക്കുന്നു. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയത്. എങ്ങനെ കിട്ടുന്നത് കണ്ടാ?
അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലായിരുന്നു, കാരണം വേറെ ആരും ഇല്ല, കുറച്ച് പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല. പിന്നെ ആ ചേച്ചി വന്നിട്ട് ചേട്ടനും കൂടെ വന്നിട്ടാണ് സെറ്റാക്കി തന്നത്. എന്റെ ബർത്ത്ഡേ ആദു കറങ്ങി തിരിഞ്ഞ് ബക്കറ്റിലൊക്കെ ബലൂൺ കൊണ്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഭാര്യ ഭർത്താവ് കൂടെ എല്ലാം സെറ്റാക്കി തന്നിരിക്കുകയാണ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടതിൽ കമന്റിൽ ബർത്ത്ഡേ വിഷ് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല. ഒരു കമന്റ് എടുത്ത് റിപ്ലൈ ചെയ്യുമ്പം നമ്മൾ അടുത്ത കമന്റ് എടുക്കുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് കയറിപ്പോണ്, എന്തരം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ പറ്റണ രീതിയിലൊക്കെ ഞാൻ കമന്റ് ഇടണുണ്ട്. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അടിപൊളി കേക്കായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള കേക്കായിരുന്നു. നമ്മളെ കേക്ക് കൊണ്ടുവന്ന നമ്മളെ ചേച്ചിയാണ്. അങ്ങനെ കേക്ക് മുറിക്കൽ ചടങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം, നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു. പിന്നെ ഓരോരുത്തർ കൊടുത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അവന് ഗിഫ്റ്റായിട്ട് ഒരു ടൈഗറാണ് മേടിച്ചു കൊടുത്തത്, കാരണം അവൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. ലാസ്റ്റ് കെട്ടി വെച്ചിരുന്ന ബലൂൺ എല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ പൊട്ടിച്ച് ലാസ്റ്റ് ഒരു കരച്ചിലാണ് അവസാനിച്ചത് ഒരു ബലൂണിന്റെ പേരിൽ. അയ്യോ പാവം.